എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 25ാമത്തെ കഥയുടെ 3ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ മുടന്തനും ബാഗ്ദാദിലെ ക്ഷുരകനും. കഴിഞ്ഞ രാത്രി ഷഹറാസാദ് എവിടെയായിരുന്നു കഥ നിർത്തിയതെന്ന് ഓർക്കുന്നുണ്ടോ? ഒരു ക്ഷുരകൻ കാരണം യുവാവിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു ഷഹറാസാദ് കഴിഞ്ഞ രാത്രി പറഞ്ഞത്. കഥ തുടർന്ന് കേട്ടോളൂ. യുവാവിന്റെ ബന്ധുക്കളും വഴിപോക്കരും അടങ്ങിയ ഒരു വലിയ സംഘം വടിയും മറ്റായുധങ്ങളുമായി ക്ഷുരകന്റെ നേതൃത്വത്തിൽ യുവാവിനെ രക്ഷിക്കാൻ ന്യായാധിപന്റെ വീട്ടിലെത്തി. നിങ്ങൾ ഞങ്ങളുടെ യജമാനനെ കൊന്നു അല്ലേ? അവർ ന്യായാധിപനോട് ചോദിച്ചു. ആരാണ് നിങ്ങളുടെ യജമാനൻ? അദ്ദേഹത്തെ ഞാൻ എന്തിനു കൊല്ലണം? ഈ ക്ഷുരകൻ എന്തുപറ്റി? കഴുത കരയുന്നത് പോലെ നിന്ന് മോങ്ങുന്നല്ലോ, ന്യായാധിപൻ ചോദിച്ചു. അപ്പോൾ ക്ഷുരകൻ പറഞ്ഞു, കിഴവ, താൻ എൻ്റെ യജമാനനെ തല്ലിയില്ലേ? അദ്ദേഹത്തിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടല്ലോ. ആരാണ് തൻ്റെ യജമാനൻ? അയാൾക്ക് ഇവിടെ എന്ത് കാര്യം? എന്നെ പറ്റിക്കാൻ നോക്കണ്ട, എല്ലാ രഹസ്യവും എനിക്കറിയാം. നിങ്ങളുടെ മകൾ എൻ്റെ യജമാനനെ പ്രേമിക്കുന്ന കാര്യം എല്ലാവരും അറിയട്ടെ. അദ്ദേഹം ഇങ്ങോട്ട് പോരുമ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒന്നിച്ച് കിടക്കുന്നത് കണ്ടപ്പോഴല്ലേ നിങ്ങൾ വേലക്കാരെ കൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിച്ചത്. ഉടനെ യജമാനനെ വിട്ടുതരണം, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ പിടിച്ചു കെട്ടി ഖലീഫയുടെ അടുത്ത് കൊണ്ടുപോകും. അവിടെ വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. അതോടെ ന്യായാധിപന് ഉത്തരം മുട്ടി. തൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞു കേട്ട അപവാദം അദ്ദേഹത്തെ നിർവീര്യനാക്കി. അദ്ദേഹം ക്ഷുരകനോട് പറഞ്ഞു, വിഡ്ഢിത്തം പുലമ്പാതെ, സംശയമുണ്ടെങ്കിൽ വീട്ടിനകത്ത് കയറി പരിശോധിക്കാം. ക്ഷുരകൻ മുൻവാതിലിലൂടെ അകത്ത് കയറുന്നത് മുകളിൽ ഒളിച്ചു നിന്ന യുവാവ് കണ്ടു. എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതിയെന്നായി. പുറത്ത് ആൾക്കൂട്ടമുള്ളതുകൊണ്ട് ഓടിപ്പോകാനും വയ്യ. ക്ഷുരകൻ എന്നെ കണ്ടാൽ പ്രശ്നം കൂടുതൽ വഷളാകും. രക്ഷാമാർഗം അന്വേഷിച്ച ഞാൻ അടുത്ത മുറിയിൽ ഒരു വലിയ പെട്ടിയിരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് അതിനുള്ളിൽ ചാടിക്കയറി പെട്ടി അടച്ചു. ക്ഷുരകൻ മുറിയിൽ എല്ലായിടത്തും പരിശോധിച്ചു. പെട്ടിക്കകത്ത് എന്തായിരിക്കുമെന്ന് അവൻ ഊഹിച്ച് കാണണം. ആ മണ്ടൻ പെട്ടി വലിച്ച് തലയിലേറ്റി പുറത്തിറങ്ങി. ഞാൻ ജീവച്ഛവമായി അതിനകത്തിരുന്നു. പെട്ടിയിൽ എന്താണെന്ന് അറിയാൻ ആൾക്കൂട്ടം ധൃതി കൂട്ടി. അടുത്ത നിമിഷം അവൻ പെട്ടി വലിച്ചു തുറന്നു. വല്ലാത്ത നാണക്കേടായല്ലോ. എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാം എന്ന വിചാരത്തോടെ ഞാൻ ചാടിയിറങ്ങിയപ്പോൾ എൻ്റെ കാലൊടിഞ്ഞു. അന്നു മുതൽ മുടന്തിയാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ ആ സമയത്തെ പരിഭ്രമത്തിൽ ഇതത്ര സാരമാക്കിയില്ല. ഒരു പിടി സ്വർണ്ണ നാണയങ്ങൾ വാരി വിതറിയിട്ട് ഞാൻ ഓടി. തെരുവുകളും ഇടവഴികളും താണ്ടി കുറേ ദൂരം ചെന്നപ്പോൾ പിന്നിൽ ക്ഷുരകന്റെ ശബ്ദം കേട്ടു. അല്ലാഹു രക്ഷിച്ചു, എൻ്റെ യജമാനനെ കണ്ടുകിട്ടി. ദുഷ്ടന്മാർ ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ഞാനാണ് രക്ഷിച്ചത്. എന്നിട്ട് ഉറക്കെ വിളിച്ചു, യജമാനനെ ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു. അവർ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയേനെ. അറിവുള്ളവർ പറയുന്നത് കേൾക്കണം. ഇനി ഓടുന്നതെന്തിന്? നിൽക്കണേ, ഞാനും വരുന്നു. ഞാൻ തിരിഞ്ഞു നിന്നു. ഇതുകൊണ്ടൊന്നും തനിക്ക് തൃപ്തിയായില്ലേ? എന്നെ കൊന്നു അടങ്ങൂ എന്നുണ്ടോ? തൊട്ടടുത്ത് എൻ്റെ ഒരു സ്നേഹിതന്റെ പീടിക കണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. പിന്നാലെ വരുന്ന ശത്രുവിൽ നിന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. സ്നേഹിതൻ വടിയോങ്ങി ക്ഷുരകനെ തുരത്തി. ഇവൻ സ്നേഹിതനെയും അയാളുടെ 7 തലമുറയെയും പ്രാഗിക്കൊണ്ടാണ് തിരിച്ചു പോയത്. ഒടുവിൽ എൻ്റെ സ്നേഹിതനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. എൻ്റെ കാല് സുഖമാകുന്നത് വരെ അവിടെ താമസിക്കാൻ അനുവാദം ചോദിച്ചു. വീട്ടിലേക്ക് മടങ്ങാൻ മനസ്സ് വന്നില്ല. ക്ഷുരകന്റെ മുഖം കാണുന്നതിലും ഭേദം മരണം തന്നെ. കാലിലെ മുറിവും ഭേദമായി നടക്കാമെന്നായപ്പോൾ കിട്ടാവുന്നിടത്തോളം പണം സ്വരൂപിച്ച് ഞാൻ നാടുവിട്ടു. ബാഗ്ദാദിൽ താമസിച്ചാൽ എന്നെങ്കിലും ഇവനെ കാണേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് കാതങ്ങൾ അകലെയുള്ള ഈ നാട്ടിലെത്തിയത്. പക്ഷേ ഇവിടെ ആദ്യമായി ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴുണ്ട് ഈ അശ്ലീകരം മുന്നിലിരിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾ പറയൂ, ഇവന്റെ സാന്നിധ്യത്തിൽ എനിക്ക് സമാധാനം എവിടെ? സുഖം എവിടെ? ഇവനും ഇവന്റെ സന്തതി പരമ്പരകളും നരകത്തിൽ പോകട്ടെ. ഇത്രയും പറഞ്ഞ്
മുടന്തൻ യുവാവ് ക്ഷമാപണത്തോടെ ഞങ്ങളോട് യാത്ര പറഞ്ഞു. ഈ സമയം എത്രയും ഒന്നും മിണ്ടാതിരുന്ന ശുരകനോട് ഞങ്ങൾ ചോദിച്ചു, ആ യുവാവ് പറഞ്ഞത് വാസ്തവമാണോ? നിങ്ങൾ അയാളെ ഇത്തരത്തിൽ ഉപദ്രവിച്ചത് എന്തിന്? എല്ലാം ദൈവഹിതമാണ്, ശുരകൻ പറഞ്ഞു. ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇതിലും വലിയ ആപത്ത് വന്നേനെ. നിങ്ങൾ അറിവും പഠിപ്പും ഉള്ളവരല്ലേ, എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് തീരുമാനമെടുക്കണം. ശുരകന്റെ കഥ കേൾക്കാൻ ഞങ്ങൾ ഉത്സാഹം കാണിച്ചു. ശുരകൻ പറയുന്ന കഥ കേൾക്കാൻ കാത്തിരുന്നോളൂ, ഞാൻ വരാം ഉടനെ തന്നെ.